ഹെസക്കിയേൽ 23 അധ്യായം 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഒരമ്മയ്ക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ഈജിപ്തിൽ വെച്ച് തങ്ങളുടെ യൗവനത്തിൽ വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെട്ടു. അവിടെ വച്ച് അവരുടെ പയോധരങ്ങൾ അമർത്തപ്പെട്ടു. കന്യകളായിരുന്ന അവരുടെ മാരടം സ്പർശിക്കപ്പെട്ടു. മൂത്തവളുടെ പേര് ഒഹോല എന്നും ഇളയവരുടെ പേര് ഒഹോലിബ എന്നുമായിരുന്നു. അവർ എൻ്റേതായി. അവർക്ക് പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. അവരിൽ ഒഹോല സമരിയായെയും ഒഹോലിബ ജെറുസലേമിനെയും സൂചിപ്പിക്കുന്നു. ഒഹോല എൻ്റേതായിരുന്നപ്പോൾ വ്യഭിചാരം ചെയ്തു. അവൾ അസിറിയക്കാരായ തൻ്റെ കാമുകന്മാരിൽ അഭിലാഷം പൂണ്ടു. നീലവസ്ത്രധാരികളായ യോദ്ധാക്കളും ദേശാധിപതികളും സേനാധിപതികളുമായ അവർ അഭികാമ്യരും അശ്വരുടരുമായ യുവാക്കന്മാരുമായിരുന്നു. അസിറിയയിലെ പ്രഭുക്കന്മാരായ അവരോടുകൂടെ അവൾ ശയിച്ചു. താൻ മോഹിച്ച എല്ലാവരുടെയും ബിംബങ്ങളാൽ അവൾ തന്നെ മലിനയാക്കി. ഈജിപ്തിൽ വച്ച് പരിശീലിച്ച വ്യഭിചാരവൃത്തി അവൾ ഉപേക്ഷിച്ചില്ല. അവൾ അവളുടെ യൗവനത്തിൽ അവളോടൊപ്പം ശയിച്ചു. കന്യകയായ അവളുടെ പയോധരങ്ങൾ അമർത്തി. അവർ തങ്ങളുടെ വിഷയാസക്തി അവളിൽ ചൊരിഞ്ഞു. ആകയാൽ അവൾ അത്യന്തം മോഹിച്ച അവളുടെ കാമുകന്മാരായ അസിറിയക്കാരുടെ കരങ്ങളിൽ അവളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവളുടെ നഗ്നത അനാവരണം ചെയ്തു. അവർ അവളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പിടിച്ചെടുക്കുകയും അവളെ വാൾനിരയാക്കുകയും ചെയ്തു. ന്യായവിധി അവളുടെ മേൽ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പഴമൊഴിയായി മാറി. അവളുടെ സഹോദരി ഒഹോലിബ ഇന്നും കണ്ടു. എന്നിട്ടും വിഷയാസക്തിയിലും വ്യഭിചാരത്തിലും തൻ്റെ സഹോദരിയേക്കാൾ വഷളായിരുന്നു അവൾ. അസിറിയക്കാരെ അവളും അത്യന്തം മോഹിച്ചു. സ്ഥാനപതികൾ, സേനാപതികൾ, പടക്കോ പണിഞ്ഞ യോദ്ധാക്കൾ, അശ്വരൂഢരായ യോദ്ധാക്കൾ എന്നിങ്ങനെ ആരും ആഗ്രഹിക്കുന്ന യുവത ഉടമ്പകളെ അവളും മോഹിച്ചു. അവൾ അശുദ്ധിയായി എന്നും ഞാൻ കണ്ടു. അവർ ഇരുവരും ഒരേ മാർഗമാണ് സ്വീകരിച്ചത്. എന്നാൽ ഇവൾ തൻ്റെ വ്യഭിചാരവൃത്തി ഒന്നുകൂടി വിപുലമാക്കി. ചുവരുകളിൽ സിന്ദൂരം കൊണ്ട് വരച്ച കൽദായ പുരുഷന്മാരുടെ ചിത്രങ്ങൾ അവൾ കണ്ടു. അരപ്പട്ട കൊണ്ട് അരമുറുക്കി തലയിൽ വർണ്ണശബളമായ തലപ്പാവ് ചുറ്റി കൽദായ നാട്ടിൽ ജനിച്ച ബാബലോൺകാരനെ പോലെ കാണപ്പെടുന്ന വീരന്മാരുടെ ചിത്രങ്ങൾ അവ കണ്ടപ്പോൾ തന്നെ അവൾ അവരെ അത്യന്തം മോഹിച്ചു. അവൾ കൽദായയിൽ അവരുടെ സമീപത്ത് ദൂതന്മാരെ അയച്ചു. അവളോടൊത്ത് ശയിക്കാൻ ബാബലോൺകാർ വന്നു. അവർ അവളെ വിഷയാസക്തി കൊണ്ട് മലിനയാക്കി. അതിനുശേഷം അവൾക്ക് അവരോട് വെറുപ്പ് തോന്നി. അവൾ പരസ്യമായി വ്യഭിചാരം ചെയ്യുകയും നഗ്നത തുറന്നു കാട്ടുകയും ചെയ്തപ്പോൾ അവളുടെ സഹോദരരെന്ന പോലെ അവളോടും എനിക്ക് വെറുപ്പായി. എന്നിട്ടും ഈജിപ്തിൽ വ്യഭിചാരവൃത്തി നടത്തിയ യൗവനകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾ കൂടുതൽ വ്യഭിചരിച്ചു. കഴുതകളുടേതുപോലെയുള്ള ലിംഗവും കുതിരകളുടേതുപോലുള്ള ബീജശ്രവണവുമുള്ള തൻ്റെ ചാരന്മാരെ അവൾ അമിതമായി കാമിച്ചു. ഈജിപ്തുകാർ മാരടത്തിൽ അമർത്തുകയും ഇളം സ്തംഭനങ്ങളെ ലാളിക്കുകയും ചെയ്ത നിന്റെ യൗവനത്തിലെ വിഷയലപടത്വം നീ കൊതിച്ചു. അതിനാൽ ഒഹോലിബ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ വെറുത്ത നിന്റെ കാമുകന്മാരെ ഞാൻ നിനക്കെതിരെ ഇളക്കിവിടും. എല്ലാ വശങ്ങളിൽ നിന്ന് അവരെ ഞാൻ കൊണ്ടുവരും. ആരും കൊതിക്കുന്ന യുവാക്കളായ സ്ഥാനാപതികളും സേനാനായകന്മാരും പ്രഭുക്കന്മാരും അശ്വരൂഢരായ ബാബലോൺകാരെയും കൽദായരെയും പൊക്കോദ്, ഷോവ, കോവ എന്നീ ദേശക്കാരെയും എല്ലാ അസിറിയക്കാരെയും ഞാൻ കൊണ്ടുവരും. അവർ ധാരാളം രഥങ്ങളോടും വാഹനങ്ങളോടും കാലാൾപ്പടയോടും കൂടെ വടക്ക് നിന്ന് നിനക്കെതിരെ വരും. അവർ കവചവും പരിചയും പടത്തൊപ്പിയും ധരിച്ച് നിനക്കെതിരെ അണിനിരക്കും. ന്യായവിധി ഞാൻ അവരെ ഏൽപ്പിക്കും. അവർ തങ്ങളുടെ ന്യായമനുസരിച്ച് നിന്നെ വിധിക്കും. ഞാൻ എൻ്റെ രോഷം നിന്റെ നേരെ തിരിച്ചുവിടും. അവർ നിന്നോട് ക്രോധത്തോടെ വർദ്ധിക്കും. അവർ നിന്റെ മൂക്കും ചെവികളും മുറിച്ചു കളയും. നിന്നിൽ അവശേഷിക്കുന്നവർ വാൾനിരയാകും. നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ പിടിച്ചെടുക്കും. അവശേഷിക്കുന്നവർ അഗ്നികരയാകും. അവർ നിന്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കുകയും അമൂല്യരത്നങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യും. അങ്ങനെ നിന്റെ ഭോഗാസക്തിക്കും ഈജിപ്തിൽ വെച്ച് നീ ശീലിച്ച വ്യഭിചാരവൃത്തിക്കും ഞാൻ അറുതി വരുത്തും. ഇനി നീ ഈജിപ്തുകാരുടെ നേരെ കണ്ണു തിരിക്കുകയോ അവരെ സ്മരിക്കുകയോ ചെയ്യുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
നീ വെറുക്കുന്നവരുടെ കരങ്ങളിൽ നീ മനം മടുത്ത് ഉപേക്ഷിച്ചവരുടെ കരങ്ങളിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കും. അവർ നിന്നോട് വെറുപ്പോടെ പ്രവർത്തിക്കും. നിന്റെ അധ്വാന ഫലം അവർ കൊള്ളയടിക്കും. നഗ്നയും അനാവൃതയുമായ നിന്നെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ നിന്റെ വ്യഭിചാരവൃത്തിയുടെ നഗ്നതയും നിന്റെ ഭോഗാസക്തിയും വേശ്യാവൃത്തിയും അനാവൃതമാകും. നീ ജനതകളോടൊത്ത് വ്യഭിചാരം ചെയ്യും. അവരുടെ വിഗ്രഹങ്ങളിൽ മലിനയാക്കപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവയെല്ലാം നിന്നോട് പ്രവർത്തിക്കുന്നത്. നീ നിന്റെ സഹോദരിയുടെ പാതയിൽ ചരിച്ചു. അതുകൊണ്ട് അവരുടെ പാനപാത്രം ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നിന്റെ സഹോദരിയുടെ കുഴിയും വട്ടവുമുള്ള പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് നീ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യും. അതിൽ വളരെയേറെ കുടിക്കാനുണ്ട്. ഭീതിയുടെയും ശൂന്യതയുടെയും പാനപാത്രത്തിൽ നിന്ന്, നിന്റെ സഹോദരിയായ സമരിയായുടെ പാനപാത്രത്തിൽ നിന്ന് കുടിച്ച് ഉന്മത്തതയും ദുഃഖവും കൊണ്ട് നീ നിറയും. നീ അത് കുടിച്ചു വറ്റിക്കും. പാത്രമുടച്ച് കഷ്ണങ്ങൾ കാർന്നു തിന്നും. നിന്റെ മാരടം നീ പിച്ചു ചീന്തും. ഞാനാണിത് പറഞ്ഞിരിക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നീ എന്നെ വിസ്മരിക്കുകയും പുറന്തള്ളുകയും ചെയ്തതിനാൽ നിന്റെ ഭോഗാസക്തിയുടെയും വ്യഭിചാരത്തിൻ്റെയും ഫലം നീ അനുഭവിക്കും. കർത്താവ് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒഹോലിയായെയും ഒഹോലിബായെയും നീ വിധിക്കുകയില്ലേ? എങ്കിൽ അവരുടെ മ്ലേച്ഛതകൾ നീ അവരുടെ മുമ്പിൽ തുറന്നു കാട്ടുക. അവർ വ്യഭിചാരം ചെയ്തു. അവരുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. അവരുടെ വിഗ്രഹങ്ങളുമായി അവർ പരസംഗം ചെയ്തു. എനിക്ക് അവരിൽ ജനിച്ച പുത്രന്മാരെ അവർക്ക് ഭക്ഷണമായ അഗ്നിയിൽ ഹോമിച്ചു. അതിനും പുറമെ ഇതുകൂടി അവർ എന്നോട് ചെയ്തു. അന്ന് തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലം മലിനമാക്കുകയും എൻ്റെ സാമ്പത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. വിഗ്രഹങ്ങൾക്ക് ബലി അർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ കുട്ടികളെ വധിച്ച ദിവസം തന്നെ അവർ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അത് മലിനപ്പെടുത്തി. ഇതാണ് അവർ എൻ്റെ ഭവനത്തിൽ ചെയ്തത്. കൂടാതെ വിദൂരത്ത് നിന്ന് അവർ ദൂതനെ അയച്ച് പുരുഷന്മാരെ വരുത്തി. അവർക്ക് വേണ്ടി നീ കുളിച്ച് കണ്ണെഴുതി ആഭരണങ്ങൾ അണിഞ്ഞു. രാജകീയമായ ഒരു സപ്രപഞ്ചത്തിൽ നീ ഇരുന്നു. അതിനരികിൽ ഒരു മേശയൊരുക്കി എൻ്റെ സുഗന്ധ വസ്തുക്കളും തൈലവും വച്ചു. സുഖലോലുപരായ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. വിജന പ്രദേശത്തു നിന്നും വരുത്തിയ മധ്യവന്മാരും സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ സ്ത്രീകളെ കയ്യിൽ വളയണിയിച്ച് ശിരസിൽ മനോഹരമായ കിരീടം അണിയിപ്പിച്ചു. ഞാൻ ചിന്തിച്ചുപോയി, വ്യഭിചാരവൃത്തി കൊണ്ട് വൃദ്ധയായ സ്ത്രീ, അവളുമായി അവർ പരസംഗത്തിലേർപ്പെടുമോ? എന്നാൽ ഒരു വേശ്യ എന്ന പോലെ അവളെ അവർ സമീപിച്ചു. ഇങ്ങനെ വ്യഭിചാരിണികളായ ഒഹോലിയെയും ഒഹോലിബായെയും അവർ സമീപിച്ചു. വേശ്യാക്കളെയും രക്തം ചിന്തിയ സ്ത്രീകളെയും വിധിക്കുന്നത് പോലെ നീതിമാന്മാർ അവരെ വിധിക്കും. കാരണം അവർ വേശ്യകളാണ്. അവരുടെ കരം രക്തപങ്കിലമാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർക്കെതിരായ ഒരു സൈന്യത്തെയാണ് നിർത്തുക. സംഭീതരാക്കാനും കൊള്ളയടിക്കാനും അവരെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സൈന്യം അവരെ കല്ലെറിയുകയും വാളുകൊണ്ട് ചീന്തിക്കളയുകയും ചെയ്യും. അവർ അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും കൊല്ലുകയും അവരുടെ ഭവനങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യും. സ്ത്രീകൾ ഇതൊരു മുന്നറിയിപ്പായി കരുതി നിന്നെപ്പോലെ വിഷയാസക്തിക്ക് അതിരാകാതിരിക്കാൻ ഞാൻ ദേശത്ത് വിഷയാസക്തിക്ക് അറുതി വരുത്തും. വിഷയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഹെസക്കിയേൽ 24-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 9-ാം വർഷം 10-ാം മാസം 10-ാം ദിവസം കർത്താവ് എന്നോട് ചെയ്തു, മനുഷ്യപുത്ര, ഇതേ ദിവസത്തിൻ്റെ തന്നെ പേരെഴുതുക. ബാബിലോൺ രാജാവ് ജെറുസലേമിനെ ആക്രമിച്ചത് ഈ ദിവസമാണ്. നീ ധിക്കാരികളുടെ ഈ ഭവനത്തോട് ഒരു അന്യോപദേശം പറയുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഒരു കലമെടുത്ത് അതിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് മാംസ കഷ്ണങ്ങൾ, തുടയുടെയും കൈക്കൂറിൻ്റെയും നല്ല കഷ്ണങ്ങൾ ഇടുക. നല്ല എല്ലുകൊണ്ട് അത് നിറയ്ക്കുക. ആട്ടിൻകൂട്ടത്തിൽ ഏറ്റവും മികച്ചതിനെ വേണം എടുക്കാൻ. അതിനെ കീഴിൽ വിറകടുക്കി നല്ലതുപോലെ വേവിക്കുക. എല്ലിൻ കഷ്ണങ്ങളും അതിൽ കിടന്ന് തിളക്കട്ടെ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തപങ്കില നഗരമേ, തുരുമ്പ് പിടിച്ച പാത്രമേ, തുരുമ്പ് വിട്ടുപോകാത്ത പാത്രമേ, നിനക്ക് ദുരിതം.
പ്രത്യേകം തിരഞ്ഞെടുക്കാത്ത കഷ്ണമായി അതിൽ നിന്ന് കോരിയെടുക്കുക. അവൾ ചൊരിഞ്ഞ രക്തം അവളുടെ മധ്യത്തിൽ തന്നെയുണ്ട്. അവൾ അത് വെറും പാറമേലാണ് ഒഴുക്കിയത്. മണ്ണുകൊണ്ട് മൂടത്തക്ക വിധം അവൾ അത് നിലത്തൊഴിച്ചില്ല. എൻ്റെ ക്രോധം ഉണർത്തി പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ ചൊരിഞ്ഞ രക്തം മറയ്ക്കാതെ പാറയുടെ മുകളിൽ ഞാൻ നിർത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, രക്തപങ്കിലമായ നഗരത്തിന് ദുരിതം. വിറക് കൂമ്പാരം ഞാൻ വലുതാക്കും. വിറക് കൂട്ടി തീ കൊളുത്തുക. മാംസം നന്നായി വേവിക്കുകയും ചാറു വറ്റിക്കുകയും ചെയ്യുക. എല്ലിൻ കഷ്ണങ്ങൾ കരിയട്ടെ. പാത്രം ശൂന്യമാക്കി തീക്കനലിന്മേൽ വയ്ക്കുക. അങ്ങനെ അതിൻ്റെ ചെമ്പ് ചുട്ടുപഴുത്ത് അതിലെ കറ ഉരുകിപ്പോവുകയും ക്ലാവ് നശിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രയത്നം വിഫലമാണ്. അതിലെ കട്ടിയേറിയ ക്ലാവ് അഗ്നി കൊണ്ട് മാറുന്നതല്ല. നിന്റെ നിന്ദ്യമായ ഭോഗശക്തിയാണ് അതിലെ കട്ടിയേറിയ ക്ലാവ്. ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചിട്ടും നിന്റെ മലിനതകളിൽ നിന്ന് നീ ശുദ്ധിയായില്ല. എൻ്റെ ക്രോധം നിന്റെ മേൽ പ്രയോഗിച്ചു തുടങ്ങുന്നതുവരെ ഇനി നീ ശുദ്ധിയാവുകയില്ല. കർത്താവായി ഞാനത് പറഞ്ഞിരിക്കുന്നു. ഇത് പൂർത്തിയാകും. ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ പിന്മാറുകയോ മാപ്പ് നൽകുകയോ മനസ്സ് മാറ്റുകയോ ഇല്ല. നിന്റെ മാർഗങ്ങളും പ്രവൃത്തികൾക്കും അനുസരിച്ച് ഞാൻ നിന്നെ വിധിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. എങ്കിലും നീ കരയുകയോ പ്രലപിക്കുകയോ അരുത്. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുക്കരുത്. നെടുവീർപ്പിടാം, എന്നാൽ ഉച്ചത്തിലാകരുത്. മരിച്ചവരെ ഓർത്ത് നീ വിലപിക്കരുത്. നീ തലപ്പാവ് കെട്ടുകയും പാതകങ്ങൾ അണിയുകയും ചെയ്യുക. നീ അതരം മറയ്ക്കരുത്. വിലാപഭോജ്യം ഭക്ഷിക്കുകയും അരുത്. പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ജനത്തോട് സംസാരിച്ചു. സായംകാലത്ത് എൻ്റെ ഭാര്യ അന്തരിച്ചു. എന്നോട് കൽപ്പിച്ചിരുന്നതുപോലെ ഞാൻ അടുത്ത പ്രഭാതത്തിൽ പ്രവർത്തിച്ചു. ജനം എന്നോട് ചോദിച്ചു, നീ ഈ ചെയ്തതിൻ്റെ അർത്ഥം എന്തെന്ന് ഞങ്ങളോട് പറയുകയില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ അരുളി ചെയ്തു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങളുടെ ശക്തിയും അഭിമാനവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയത്തിൻ്റെ അഭിലാഷവുമായ എൻ്റെ വിശുദ്ധ സ്ഥലം ഞാൻ അശുദ്ധമാക്കും. നീ വിട്ടുപോകുന്ന പുത്രന്മാരും പുത്രിമാരും വാളിനിരയാകും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അതരം മറക്കുകയോ വിലാപഭോജ്യം ഭക്ഷിക്കുകയോ ഇല്ല. നിങ്ങളുടെ തലയിൽ തലപ്പാവും കാലുകളിൽ പാതകങ്ങളും ഉണ്ടാകും. നിങ്ങൾ കരയുകയോ വിലപിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ തന്നെ ക്ഷയിച്ചു പോകും. ഓരോരുത്തരും അവരനെ നോക്കി ഞെരുങ്ങും. ഇങ്ങനെ എസെക്കിയേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. ഇവ സംഭവിക്കുമ്പോൾ ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. മനുഷ്യപുത്ര, ഞാൻ അവരിൽ നിന്ന് അവരുടെ ദുർഘവും ആനന്ദവും മഹത്വവും കണ്ണുകൾക്ക് ആനന്ദവിഷയവും ഹൃദയങ്ങളുടെ അഭിലാഷവും ആയതിനെയും അവരുടെ പുത്രന്മാരെയും എടുക്കുന്ന ദിവസം ഒരു അഭയാർത്ഥി വന്ന് ഈ വാർത്ത നിന്നെ അറിയിക്കും. അവനോട് അന്ന് നീ വായി തുറന്ന് സംസാരിക്കും. അപ്പോൾ മുതൽ നീ ഊമനായിരിക്കുകയില്ല. അങ്ങനെ നീ അവർക്ക് അടയാളമായിരിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും.